ഹായ്, എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് പരിചയപ്പെടാം. മാംഗോ കസ്റ്റാർഡ് ഡ്രിങ്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മാമ്പഴം ഞാൻ ഇപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സേമിയ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് സേമിയയ്ക്ക് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു സ്ട്രെയിനറിൽ കൂടെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സ്പൂണിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി, അത് നമ്മൾ നേരത്തെ കസ്റ്റാർഡിൽ ചേർത്തതിന് ബാക്കിയുള്ള പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്കൊരു 1/2 കപ്പ് പാലും ബാക്കി ഉണ്ടായിരുന്ന പാലും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സും ചേർത്ത് നമ്മളിത് നല്ല ക്രീമി രീതിയിൽ നമ്മളിതിനെ കുറുക്കിയെടുക്കണം. നമ്മൾ 2 ടേബിൾ സ്പൂണല്ലേ ചേർത്തിട്ടുള്ളത് ഉള്ളൂ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് കിട്ടുക. അതെ, അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് തണുക്കട്ടെ. അതിന് ശേഷം നമുക്കിത് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴം ഇട്ട് കൊടുക്കുക. അതിലേക്ക് തണുത്തതിന് ശേഷമുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു കുറുക്കിയെടുത്തിട്ടുള്ള മിക്സും കൂടി ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. പിന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ടിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്തതിന് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനൊരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള സേമിയയാണ്. അപ്പോൾ ആ സേമിയ ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അത് എന്തോരമൊക്കെ ചേർക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. സേമിയ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി ഞാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത സേമിയയിൽ തന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് ഞാൻ ഒരു റെഡ് കളറിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് കുറച്ചുകൂടി നമ്മുടെ ജ്യൂസ് അട്രാക്റ്റീവായിട്ട് തോന്നും. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ സേമിയ വേവിച്ച് ചേർത്തതിന് പകരമായിട്ട് ചവ്വരി ഉണ്ടല്ലോ നമ്മുടെ സാബുദാന, അത് വേവിച്ചിട്ട് ചേർത്താലും മതി. അങ്ങനെ ചേർത്താലും ഇത് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അത് ഇപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഫുഡ് കളറും കൂടി അതിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും അങ്ങനെ ബബിൾസ് പോലെയൊക്കെ എടുക്കുമ്പോൾ നല്ല കാണാനൊരു ഇതാണ്. അതുപോലെ തന്നെ അത് ഹെൽത്തിയാണ്, നമുക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ സാബുദാന ചേർക്കുമ്പോൾ അത് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ടോപ്പിംഗ് ആയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയും പിന്നെ കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം. നട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോപ്പിംഗ് ആയിട്ടല്ലാതെ തന്നെ കുറച്ച് നട്ട്സ് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള മാംഗോ കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.